പ്രിയപ്പെട്ട കൂട്ടുകാരെ, KFL LSS ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രാചീന കാലത്തെ സാമൂഹിക ജീവിതത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് നാടൻ കലകൾ. കൂട്ടായ്മയുടെയും ഒത്തുചേരലിൻ്റെയും അവസരങ്ങളാണ് ഇത്തരം ആഘോഷങ്ങളിലൂടെ കേരളീയർ പങ്കുവച്ചത്. കലകളുടെ നാട് എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി കേരളത്തിലെ നാടൻ കലകളെക്കുറിച്ചും കലാരൂപങ്ങളെക്കുറിച്ചും അല്പം കാര്യങ്ങൾ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ഓണം. ഓണത്തെ വിളവെടുപ്പ് ഉത്സവം എന്നുകൂടി പറയാം. ഓണക്കാലത്തെക്കുറിച്ചും ഓണാഘോഷങ്ങളെക്കുറിച്ചും ഓണത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും കൂട്ടുകാർക്ക് അറിയാമല്ലോ. ഓണക്കാലത്ത് പ്രധാനപ്പെട്ട ഒരു വിനോദമാണ് വള്ളംകളി. വള്ളംകളിക്ക് പാടുന്ന പാട്ടാണ് വഞ്ചിപ്പാട്ട്. വഞ്ചിപ്പാട്ടിൻ്റെ താളത്തിന് അനുസരിച്ച് വള്ളം തുഴഞ്ഞു നീങ്ങുന്നത് കാണുന്നത് തന്നെ മനോഹരമായ കാഴ്ചയാണ്. നദോന്നത താളത്തിലാണ് വഞ്ചിപ്പാട്ട് എഴുതിയിട്ടുള്ളത്. രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് വളരെ പ്രസിദ്ധമായ ഒരു വഞ്ചിപ്പാട്ടാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശ്ശൂരിൽ നടക്കുന്ന തൃശ്ശൂർ പൂരം വളരെ പ്രസിദ്ധമായ ഒരു ആഘോഷമാണ്. പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്ന തൃശ്ശൂർ പൂരം തൃശ്ശൂർ ജില്ലയിലെ തേക്കിൻകാട് മൈതാനത്ത് വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ് നടക്കുന്നത്. കുടമാറ്റവും വാദ്യമേളങ്ങളും ഈ കേരളീയ കലാരൂപത്തെ വിദേശികളെ പോലും ആകർഷിക്കുന്ന ഒന്നാണ്. കേരള സംഗീത നാടക അക്കാദമി, കേരള സാഹിത്യ അക്കാദമി, കേരള ലളിതകലാ അക്കാദമി ഫോർ ഫൈൻ ആർട്സ്, കേരള കലാമണ്ഡലം എന്നിവ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. ക്ഷേത്രോത്സവങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന മറ്റൊരു കലാരൂപമാണ് തുള്ളൽ. കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളൽ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. സമൂഹത്തിൻ്റെ തിന്മകളെ പരിഹസിച്ചും നർമ്മരസം കലർത്തിയുമാണ് തുള്ളൽ അവതരിപ്പിക്കുന്നത്. പ്രധാനമായും 3 തരം തുള്ളലുകളാണ് ഉള്ളത്. ഓട്ടൻതുള്ളൽ, പറയൻതുള്ളൽ, ശീതങ്കൻ തുള്ളൽ എന്നിവയാണ് അവ. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കഥകളി കേരളത്തിൻ്റെ തനത് കലാരൂപമാണ്. കേരളത്തിൽ രൂപം കൊണ്ട ദൃശ്യ കലാരൂപമാണ് കഥകളി. നൃത്തം, സംഗീതം, അഭിനയം, മുദ്ര എന്നിവയ്ക്ക് കഥകളിയിൽ തുല്യ പ്രാധാന്യമാണ് ഉള്ളത്. രാമനാട്ടത്തിൽ നിന്നാണ് കഥകളി എന്ന് പറയുന്ന ഈ കലാരൂപം ഉത്ഭവിച്ചിരിക്കുന്നത്. പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിവയാണ് കഥകളിയിലെ പ്രധാന വേഷങ്ങൾ. കഥകളിയിലെ കാവ്യമാണ് ആട്ടക്കഥ. മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ കഥകളിയുടെ പഠനത്തിനായി രൂപീകരിച്ചതാണ് കേരള കലാമണ്ഡലം. കഥകളി എന്ന കലാരൂപത്തിലെ പ്രധാന പ്രാരംഭ ചടങ്ങുകളാണ് കേളികൊട്ട്, ശുദ്ധമദ്ദളം അല്ലെങ്കിൽ അരങ്ങുകേളി, മദ്ദളകളി എന്നൊക്കെ അറിയപ്പെടുന്നത്, വന്ദനാശ്ലോകം, തോടയം, പുറപ്പാട്, മേളപ്പദം എന്നിവ. കഥകളിയിലെ വേഷങ്ങളെക്കുറിച്ചാവാം അടുത്തത്. സാത്വിക കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ സത് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി പച്ചവേഷവും, ദുഷ്ടന്മാരായ രാജാക്കന്മാർ രാക്ഷസ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് കത്തിവേഷവും, രാക്ഷസിമാരെ അവതരിപ്പിക്കുന്നതിന് കരിവേഷവും ഉപയോഗിക്കുന്നു. മുനിമാർ അല്ലെങ്കിൽ മഹർഷിമാർ, സ്ത്രീ കഥാപാത്രങ്ങൾ എന്നിവരെ കാണിക്കുന്നതിന് മിനുക്ക് വേഷമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ താടി വേഷം 3 തരത്തിലുണ്ട്. ചുവന്ന താടി, കറുത്ത താടി, വെള്ളത്താടി. വെള്ളത്താടി വേഷമാണ് ഹനുമാനെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. കറുത്ത താടി കാട്ടാളന്മാരെയും അതിക്രൂരന്മാരായ രാക്ഷസന്മാരെ കാണിക്കുന്നതിന് ചുവന്ന താടി വേഷവും ഉപയോഗിക്കുന്നു. കഥകളിയിലെ പ്രധാന വാദ്യോപകരണങ്ങൾ ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം, ഇടയ്ക്ക എന്നിവയാണ്. കഥകളിയുടെ തുടക്കത്തിൽ ശംഖും ഉപയോഗിക്കാറുണ്ട്. കഥകളിയിലെ വാദ്യോപകരണങ്ങൾ പരിചയപ്പെടുമ്പോൾ തന്നെ വാദ്യങ്ങൾ കൂടി പരിചയപ്പെടുന്നത് നല്ലതായിരിക്കും. ഇലത്താളം, ഇടയ്ക്ക, മദ്ദളം, തിമില, കൊമ്പ് എന്നിവയാണ് പഞ്ചവാദ്യങ്ങളായി അറിയപ്പെടുന്നത്. കേരളത്തിലെ മറ്റൊരു പ്രധാന കലാരൂപമാണ് തിരുവാതിരക്കളി. കേരളീയ വസ്ത്രം ധരിച്ച് നിലവിളക്കിന് ചുറ്റും ദശപുഷ്പം ചൂടി കൈകൊട്ടി
പാട്ടുപാടി ധനുമാസത്തിലെ തിരുവാതിര നാളിൽ സ്ത്രീകൾ ചുവട് വെച്ച് കളിക്കുന്നതാണ് തിരുവാതിരക്കളി. കേരളീയ കലാരൂപങ്ങളിൽ മറ്റൊരു കലാരൂപമാണ് കോൽക്കളി. വട്ടത്തിൽ ഒരുമിച്ച് പാട്ടുപാടിയും താളത്തിൽ ചുവട് വെച്ചും കൈകളിലെ കോലുകൾ തമ്മിൽ അടിച്ചും കളിക്കുന്ന കളിയാണ് കോൽക്കളി. കേരളീയ കലകളിലെ പ്രധാനപ്പെട്ട മറ്റു വിഭാഗങ്ങളാണ് ചിത്രകലയും ശില്പകലയും. ചിത്രകലയിലും ശില്പകലയിലും നമുക്ക് നല്ല ഒരു പാരമ്പര്യമുണ്ട്. ലോകപ്രശസ്ത ചിത്രകാരനായ രാജാ രവിവർമ്മ കേരളീയനാണ്. അതോടൊപ്പം തന്നെ ശില്പകലയിൽ അറിയപ്പെടുന്ന വ്യക്തിത്വമാണ് ശ്രീ കാനായി കുഞ്ഞിരാമൻ. അദ്ദേഹത്തിൻ്റെ മലമ്പുഴ ഡാമിലെ യക്ഷി എന്ന ശില്പകല വളരെ പ്രസിദ്ധമാണ്. സാഹിത്യ സംഗീത രംഗങ്ങളിലും കേരളീയർ പണ്ടുകാലം മുതലേ പ്രശസ്തരാണ്. ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമള താമരപ്പൂവോ എന്ന മനോഹരമായ താരാട്ടുപാട്ട് എഴുതിയ ഇരയിമൻ തമ്പി ഭാവഗാനരചയിതാക്കളിൽ അഗ്രഗണ്യനാണ്. സംഗീതജ്ഞനായ ഭരണാധികാരിയായിരുന്നു സ്വാതി തിരുനാൾ രാമവർമ്മ. ഇദ്ദേഹത്തെ ഗർഭശ്രീമാൻ എന്നും അറിയപ്പെടുന്നു. തിരുവിതാംകൂർ രാജ്യത്തെ മഹാരാജാവായിരുന്ന സ്വാതി തിരുനാൾ സംഗീതത്തിൻ്റെ എല്ലാ മേഖലകളിലും തികഞ്ഞ പാണ്ഡിത്യമുള്ള ഏക മഹാരാജാവായിരുന്നു. മലയാളം, തമിഴ്, കന്നഡ, സംസ്കൃതം, ഹിന്ദി, തെലുങ്ക് എന്നീ ഭാഷകളിൽ 500-ലധികം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കേരളീയ സാഹിത്യ സംഗീത രംഗത്തെ മറ്റു പ്രധാനപ്പെട്ട ഇനങ്ങളാണ് നാടൻ പാട്ടുകൾ, വടക്കൻ പാട്ടുകൾ, മാപ്പിളപ്പാട്ടുകൾ. തലമുറകളായി ലഭിച്ച അറിവുകളും അനുഭവങ്ങളുമാണ് നാടൻ പാട്ടുകളിലൂടെ കാണുന്നത്. തലമുറയായി പാടി കൈമാറി വരുന്ന പാട്ടുകളാണ് അല്ലെങ്കിൽ ഗ്രാമീണ ഗാനങ്ങളാണ് നാടൻ പാട്ടുകൾ. മലയാള ഭാഷയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ ഗാനശാഖയാണ് വടക്കൻ പാട്ടുകൾ. നാടുവാഴികൾ ഭരിച്ചിരുന്ന കാലത്ത് അംഗച്ചേകവരായ തച്ചോളി ഒതേനൻ്റെയും ഉണ്ണിയാർച്ചയുടെയും വീര സാഹസികതകൾ വർണ്ണിക്കുന്ന പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ. കേരളീയ സമൂഹത്തിന് മാപ്പിളപ്പാട്ടിനെ പരിചയപ്പെടുത്തിയ കവിയാണ് മൊയ്‌ൻകുട്ടി വൈദ്യർ. തനത് പ്രത്യേകതകളുള്ള കാവ്യരചനകളാണ് മാപ്പിളപ്പാട്ടുകൾ.